പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി മാസം 21 അക്ഷരങ്ങളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 117ാം ജന്മവാർഷിക ദിനം. സരളമനോഹരമായ ഭാഷയിൽ സാധാരണ മനുഷ്യന്റെ വേദനകളും വേവലാതികളും ആവിഷ്കരിച്ച് മലയാളത്തെ വിസ്മയിപ്പിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നർമ്മം തുളുമ്പുന്ന ഭാഷയ്ക്കുള്ളിലെ മർമ്മസ്പർശിയായ സങ്കടങ്ങൾ, ചിരിച്ചുകൊണ്ട് കരയാനും കരഞ്ഞുകൊണ്ട് ചിരിക്കാനും നമ്മളെ പ്രാപ്തമാക്കുന്ന കഥകൾ. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും സ്വവർഗാനുരാഗികളും പട്ടിണിക്കാരുമെല്ലാം കഥാപാത്രങ്ങളായി മാറുന്നു. അരുകുചേർന്ന് ജീവിതം നയിച്ച മനുഷ്യർ, പെറുക്കികളെന്ന് നമ്മൾ കണക്കാക്കിയ മനുഷ്യർ, അവർ മുഖ്യ കഥാപാത്രങ്ങളായി നമ്മളുടെ ഇടയിലേക്ക് വരുന്നു. അണ്ണാനും ആടും ഓന്തും ഉറുമ്പും പാമ്പും ചിത്രശലഭവും അടക്കം ഈ ഭൂമിയിലെ സകലമാന ജീവജാലങ്ങളോടും കൂടിയ കഥാപരിസരങ്ങൾ. ലോകം തറവാടാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച എത്രയോ കഥാസന്ദർഭങ്ങൾ. ഇച്ചിരി പിടിയോളം ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതകരവും സുന്ദരവും ഗംഭീരവുമായ മഹാസംഭവമാകുന്നു ജീവിതം. വലിയ അർത്ഥമാനങ്ങളുള്ള ലളിതമായ വാക്കുകളാണ്. ഞാൻ ആ വാക്കുകൾ ഒരിക്കൽ കൂടി പറയാം. ഇച്ചിരി പിടിയോളം ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതകരവും സുന്ദരവും ഗംഭീരവുമായ മഹാസംഭവമാകുന്നു ജീവിതം. മൂല്യമേറിയതാണ് കേട്ടോ.